അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരാൾക്കും ഒരു അവധിയുണ്ട്. ആ ഒരു ദിനത്തിൽ നല്ല സന്തോഷത്തോടു കൂടി വേണം നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ. നശ്വരമായ ഈ ലോകത്തിലെ സകല സുഖലീലകളിലും തിമിർത്താടി തീർക്കാനുള്ളതല്ല നിന്റെ ഈ ജീവിതം. കർമ്മധന്യരായിട്ട് വേണം നമുക്ക് ആ മരണ തുറമുഖത്തണയാൻ. ആത്മീയ അനുഭൂതി പരത്തുന്ന മനുഷ്യ ശരീരത്തെ ഒരു കപ്പലിനോട് ഉപമിച്ച് കുഞ്ഞായി മുസ്ലിയാർ തന്റെ കപ്പപ്പാട്ടിലൂടെ പാരത്രിക ലോകത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എങ്ങനെയാണ് വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് കാതോർക്കാം. പാടയോടാടിനി ഓട്ടല്ലേ പോട്ട പാഴും കോളീര കൊടി പാറും വീട്ടാളെയും നാളുള്ള ഓട്ടം കളിച്ചാൽ അയ്യോ രൂപേ കരയേറ്റും നാളിൽ ഭാരയും ഈട്ട വഴിവില്ലം കീട്ട മാലാങ്കി കമ്പയും കാലാഞ്ചി കീട്ട മാറിട്ട് ചാകുമ്പോൾ മേത്ത കൂടാതെ ബംദർ സീറായും അമ്പാനോരും വന്നോ. ഈ ഒരു ചെറിയ ജീവിതം നീ ഒരിക്കലും തിന്മയിൽ മുങ്ങി നശിപ്പിക്കാൻ പാടില്ല. നീ നിന്റെ ജീവിതത്തെ നന്മയെ കൊണ്ടാണ് നിറക്കുന്നതെങ്കിൽ നിനക്ക് ഒരുപാട് സന്തോഷങ്ങളാണത്രേ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ പരാമർശിച്ച മാലാങ്കി അഥവാ ചെറിയ കയർ, കമ്പ അഥവാ വലിയ കയർ, ഇവ രണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അഭയസ്ഥാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ എപ്പോഴും നിന്റെ റബ്ബിനോട് കത്തിയാളുന്ന നരകാഗ്നിയെ തൊട്ട് കാവൽ തേടിക്കൊണ്ടേയിരിക്കണം. ഉന്നതരുടെ ആ പറുദീസയിലേക്ക് നീ ഗമിച്ചുകൊണ്ടേയിരിക്കണം. നശ്വരമായ ഈ ലോകത്തിലെ കുറഞ്ഞ കാല ജീവിതത്തിലേക്ക് നീ ചിന്തിക്കാനേ പാടില്ല. പാരത്രിക ലോകത്തെ ചിന്തിക്കാനായിരിക്കണം നിന്റെ മുഴു സമയവും നീ ചിലവഴിക്കേണ്ടത്. പാരത്രിക ലോകത്തിന്റെ മഹത്വവും ഈ ഭൗതിക ലോകത്തിന്റെ അർത്ഥശൂന്യതയിലേക്കും വിരൽ ചൂണ്ടുന്ന കപ്പപ്പാട്ടിലെ തന്നെ മറ്റൊരു ഭാഗം നമുക്ക് ശ്രവിക്കാം. ഉണ്ടീവ ചൊന്നതാൽ ഒന്നോ നിനക്ക് ഉള്ളിൽ നിനക്കെന്ത് തോന്നുന്നു കണ്ടാൽ കണ്ടിട്ടറിവാനോ കണ്ണിലെ പൊട്ട കാരോണോർ ചൊന്നേ ചൊൽ കേട്ടില്ല പൊട്ട പണ്ടുള്ളോർ ചൊല്ലിൽ പതിരുള്ള പൊട്ട പൈതന്ന പാലിൽ കൈപ്പുണ്ട പൊട്ട. പൊട്ട എന്നുള്ള പ്രയോഗം കവി മനഃപൂർവ്വം നടത്തുകയാണ്. തേനിന് കൈപ്പില്ല എന്നതും പൊട്ടിയ പട്ടം പറത്താൻ സാധ്യമല്ല എന്നതും ആർക്കാണ് അറിയാത്തത്? അതുപോലെ വ്യക്തമായ കാര്യമാണ് പരലോകം എന്നുള്ളത്. ഈ പരലോകത്തെ വലിയ സംഭവമായി കാണാതെ നിസാരമായി കാണുകയും ഈ ലോകത്തെ വലിയ സംഭവമായി കാണുകയും ചെയ്യുന്ന നിന്നെ പൊട്ട എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ് എന്നാണ് കവി ഉദ്ഘോഷിക്കുന്നത്. ഈ ലോകത്തെ നിസാരമായി കാണാനും പരലോകത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു വെച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കലാണ്. ആ ഹബീബരായ തങ്ങളെ വർണ്ണിക്കുന്ന കപ്പപ്പാട്ടിലെ മറ്റൊരു ഭാഗം നമുക്ക് കേട്ടുനോക്കാം. ശീലഗുണം നല്ല ശീലഗുണം അഥവാ സൽസ്വഭാവത്തിനുടമയായ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് ചെന്ന് സലാം ചൊല്ലി അന്യായം നിൽപ്പോൾ ഹബീബരായ തങ്ങളുടെ ചാരത്ത് ചെന്ന് സലാം ചൊല്ലി തന്റെ അന്യായങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കാൻ നിൽപ്പാൻ നിനക്ക് കൊതിയില്ല പൊട്ട. ആ മദീന മണ്ണിൽ അന്തിയുറങ്ങുന്ന ഹബീബരായ തങ്ങളുടെ ചാരത്ത് നിൽക്കാൻ നിനക്ക് കൊതിയില്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. നീയൽ ഒളിവേദിയായുള്ള വേദ
ഇവിടെ അങ്ങോട്ട് ഹബീബരായ തങ്ങളുടെ ചില വിശേഷണങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. നിയൽ ഒളിവെത്രയുള്ള വേദാംബർ, നിയലില്ലാത്ത നബിയിലേക്കുള്ള സൂചനയാണ്. വേദാംബർ എന്നുള്ളത് പൈഗാംബർ എന്ന ഉറുദു പദത്തിൽ നിന്ന് എടുത്തതാണെന്ന് ഭാഷാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. കവി തുടരുന്നു. കപ്പാലെ പാലാർ കൊടുത്ത വേദാംബർ ഹത്താബോടേറ്റം അടുത്ത വേദാംബർ. കപ്പാടെ പാലൻ കൊടുത്ത വേദാംബർ എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നിന്ന്, ഒരു പാത്രം പാലിൽ നിന്ന് ഒരുപാട് പേരെ കുടിപ്പിച്ച ഹബീബരായ തങ്ങളുടെ ചരിത്ര സംഭവത്തിലേക്കുള്ള സൂചനയാണ്. ഹത്ത എന്നുള്ളത് ഒരു തമീ പദമാണ്. ആ തമീ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഗ നിയന്ത്രിതാവായ റബ്ബിനെയാണ്. ആ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവരായിരുന്നല്ലോ ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിലേക്കുള്ള സൂചനയാണ് ഹത്താബോടേറ്റം അടുത്ത വേദാംബർ. കവി തുടരുന്നു. തപ്പാതെ മാനീണ നീർത്തേ വേദാംബർ താഷ്കുൽ കലിമയിൽ ചേർത്തേ വേദാംബർ. തപ്പാതെ മാനീണ നിർത്തേ വേദാംബർ എന്ന് പറഞ്ഞാൽ തന്റെ ഒരു മാൻതള്ള തന്റെ മാൻകിടാവിന് പാല് നൽകാൻ വേണ്ടി ഒരു വേട്ടക്കാരന്റെ ചാരത്തെ ഹബീബരായ തങ്ങൾ ജാമ്യം നിന്നൊരു ചരിത്ര സംഭവം കാരുണ്യം വിളിച്ചോതുന്ന ആ ഹബീബരായ തങ്ങളുടെ ചരിത്ര സംഭവത്തിലേക്കുള്ള സൂചനയാണ്. താഷ്കുൽ കലിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഹാദത്ത് കലിമയാണ്. താഷ്കുൽ കലിമയിൽ ചേർത്ത് എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ചേർത്ത ഹബീബരായ തങ്ങളെ കുറിച്ചാണ് ആ പറയുന്നത്. തപ്പാതെ മാനീണ നീർത്തേ വേദാംബർ താഷ്കുൽ കലിമയിൽ ചേർത്തേ വേദാംബർ. ശീലഗുണം നല്ല ഹാജാ കരിയേ സലാം ചൊല്ലി അന്യായം നിൽപ്പോൾ, സലാം ചൊല്ലി അന്യായം നിൽപ്പോൾ, സലാം ചൊല്ലി അന്യായം നിൽപ്പോൾ, സലാം ചൊല്ലി അന്യായം നിൽപ്പോൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ